13:25 മനുഷ്യന്റെ ഒരു നിലവിളി നമുക്ക് കേൾക്കാം. ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇതിനൊരു മറുപടി നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:22-23 വചനങ്ങളിലാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. വീണ്ടും യോഹന്നാൻ 3:16 തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ സ്നേഹ സമ്മാനത്തെ, സ്വർഗത്തിന്റെ നിത്യരാജകുമാരനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനും വഹിക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രത്യേകമായി അനുദിന ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുടെ നാഥനെ സ്വീകരിച്ചുകൊണ്ട് അപ്പമായി വചനമായി അവൻ എന്നും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ദൈവം നമ്മോടുകൂടെയുള്ള അവസരങ്ങളുടെ പേരാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിന്റെ ജീവിത ബലി എന്നാണ് അതിന്റെ അർത്ഥം. റോമാ 8:32 വായിക്കുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഈ വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിത പ്രശ്നങ്ങളെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഉണ്ണീശോയെ, അങ്ങേ കുഞ്ഞിക്കൈകൾ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ.